അതുകൊണ്ടാണ് 49 യാക്കോബ് പറഞ്ഞ ആ പദം ഇന്നലെ നമ്മൾ വായിച്ചതാ. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം, ദൈവത്തിന്റെ മഹത്വം, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം. പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ട ആത്മാവിന്റെ ഫലം, ആദ്യത്തെ ഫലമാണ് സ്നേഹം. അത് യോസേപ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് തന്നെ ദ്വേഷിച്ച്, അധികം പകച്ച് സമാധാനമായി തന്നോട് സംസാരിപ്പാൻ തുനിയാതിരുന്ന, തന്നെ കൊല്ലണമെന്ന് പദ്ധതിയിട്ട്, പൊട്ടക്കിണറ്റിൽ തട്ടിയിട്ട്, തന്നെക്കെതിരെ അസൂയയോടെ ഇടപെട്ട, തന്നെ വലിച്ചു കയറ്റി വിറ്റ ഈ സഹോദരന്മാരുടെ ക്ഷേമം അറിയുവാൻ യോസേപ്പ് പോകാമെന്ന് പറഞ്ഞത്. ആ നല്ല മനസ്സ് യോസേപ്പിനുണ്ടോ? ഇന്നലെ ഓർപ്പിച്ചല്ലോ, അങ്ങനത്തെ മനസ്സായിരുന്നു നമ്മുടെ കർത്താവിന്. പാപികളും ദോഷികളും ആമേ നന്ദി കെട്ടവരും വഴിവിട്ട് നടന്ന എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ആര് പോകുമെന്ന് ചോദിച്ചപ്പോൾ പുത്രൻ സ്വതവേ പറഞ്ഞു, ഞാൻ പോകാം. ഇത് തന്നെയാ യോസേപ്പ് പറഞ്ഞത്. അപ്പാ ക്ഷേമമറിയാൻ ഞാൻ പോകാം. ദൈവത്തിന് മഹത്വം. ആ യോസേപ്പിൻ്റെ നല്ല ജീവിതം നമുക്കും മാതൃകയാകട്ടെ. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. യോസേപ്പിൻ്റെ ആ സ്വഭാവത്തിൻ്റെ വേറൊരു വിശേഷത, തൻ്റെ അപ്പൻ മരിച്ചു. അപ്പനെ അടക്കാൻ ഇവരെല്ലാവരും കൂടെ പോയി. സഹോദരന്മാരും കോവിലധികാരികളും സകല ഓഫീസേഴ്സും എല്ലാവരും കൂടെ ചേർന്നാണ് യാക്കോബിനെ അടക്കാൻ പോയത്. അടക്കമെല്ലാം കഴിഞ്ഞ് ഇവർ മടങ്ങി വന്നു. ഏട്ടന്മാരും യോസേപ്പും എല്ലാം മടങ്ങി വന്നു. മടങ്ങി വന്നപ്പം ചേട്ടന്മാർക്ക് വെപ്രാളം, അവർക്ക് പരവേശം ഉണ്ടായി. ആ വെപ്രാളം കയറിയിട്ട് അവർ പറയുന്ന പദമാണ് ആ 14-ാം വാക്യം മുതൽ ഓടിച്ചൊന്ന് മൈക്കിൽ കൂടെ വായിച്ചേ. ആരുടെയും മൈക്കില്ലേ? യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷെ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനുണ്ട്. നാടൻ ഭാഷ പറഞ്ഞ ചേട്ടായിമാരെല്ലാം കൂടെ കൂടി വെച്ച് പറഞ്ഞടാ, അപ്പൻ മരിച്ചു, ഇനി പരുവക്കേടാ, അപ്പനുള്ളത് കൊണ്ടായിരുന്നു യോസേപ്പ് നമ്മളോട് ഇടപെടുകയൊക്കെ ചെയ്തത്. ഇനി പരുവക്കേടാ, മിക്കവാറും നമ്മളെ ദ്വേഷിക്കും. ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇവര് യോസേപ്പിനെ ദ്വേഷിച്ചതാ. അപ്പം ഇവരുടെ ചിന്ത സൂക്ഷം യോസേപ്പ് അങ്ങനെ ചെയ്യുമെന്ന. പക്ഷെ യോസേപ്പ് ഫലപ്രദമായ മുന്തിരിവള്ളി വൃക്ഷമാണ്, ഫലപ്രദമായ വൃക്ഷമായ യോസേപ്പ്. യോസേപ്പ് ദ്വേഷിച്ചില്ല. അവിടെ വായിക്കുന്നത് ഇവര് കണ്ടെന്ന. ഒന്നുകൂടെ വായിച്ച വാക്യം. യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, യോസഫിന്റെ സഹോദരന്മാര് കണ്ടിട്ട്, അതെ, ഇവര് ആവശ്യമില്ലാത്തതെല്ലാം കാണുന്ന കക്ഷികളാ. ഇപ്പൊ ഇങ്ങനെ കാണേണ്ട ഒരു കാര്യവും ഇല്ല, മര്യാദക്ക് ജീവിച്ചാ പോരെ. ഇവരിങ്ങനെ കുരുക്ക് ചിന്തിക്കുക. അപ്പം മരിച്ചു പോയെന്ന് യോസേപ്പിന്റെ സഹോദരന്മാര് കണ്ടിട്ട് ഇവര് ആവശ്യമില്ലാത്തെല്ലാം കാണും. ചിലര് ആരാധനയ്ക്ക് വന്ന നല്ല കാര്യമല്ലല്ലോ കാണുന്നത്, ആവശ്യമില്ലാത്തതെല്ലാം. ചില വീട്ടിൽ പോയാൽ ആ വീട്ടിലെ നല്ല കാര്യം ഒന്നും കാണുകയില്ല, അവിടുത്തെ കുരുക്ക് മുഴുവൻ. മിണ്ടുന്നില്ലല്ലോ ആരും. ഒരു വ്യക്തിയോട് ഇടപെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയിലുള്ള നല്ല കാര്യമല്ലല്ലോ കാണുന്നേ. സ്തോത്രം. എനിക്ക് ചിലരെ അറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ചിലരെ നമ്മൾ കൂടെ കൊണ്ടുപോയാൽ, അല്ലെ ഒരു സദസ്സിൽ കൊണ്ടുപോയാൽ അവരവിടുത്തെ എല്ലാം ഈ അപാകതകളെ കണ്ടുപിടിക്കുകയുള്ളൂ. അവിടുത്തെ നല്ല കാര്യം ഒന്നും അവരുടെ ദൃഷ്ടി വരിക. ഈ ചേട്ടന്മാരെല്ലാം ആവശ്യമില്ലാത്തതെല്ലാം കാണുന്നവരാ. ചിലരെ കാണുകയും ചെയ്യും, ഇത് ചിലരോട് പറയുകയും ചെയ്യും. ചിലരുടെ ഒരു പ്രകൃതി, ചിലരെന്തേലും പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കും. എന്തേലും പറഞ്ഞാൽ അത് അപ്പടി അങ്ങ് വിശ്വസിക്കും. പിന്നെ ആ കണ്ണോടും ആ ചിന്തയോടും കൂടെ അവരോട് ഇടപെടുകയുള്ളൂ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ആരെന്തോ പറഞ്ഞാലും അത് അപ്പടി വിശ്വസിക്കരുത്. ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ മറുവശവും കൂടെ കേൾക്കണം. സ്തോത്രം.
രണ്ട് ഭാഗവും കേൾക്കണം. രണ്ട് ഭാഗം കേട്ടിട്ടും വിശ്വസിക്കണ്ട. നമുക്ക് ദൈവം ചില ജ്ഞാനവും വിവേകമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ദൈവസനെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. ഇതിൻ്റെ നിജസ്ഥിതിയും കൊണ്ട് നമ്മൾ അറിയണം. കേൾക്കുന്നിടം കൊണ്ട് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ വെട്ടുപോകും, വെട്ടിനകത്താകും. ഈ സഹോദരന്മാര് ആവശ്യമില്ലാത്തതെല്ലാം കാണുക. ഇവർ പണ്ട് മുതൽ ഇവരുടെ സ്വഭാവം അതാ. ഇപ്പം കണ്ടതല്ല. പിന്നെയോ നമ്മളോർക്കും എബ്രോൻ സഭ വന്നപ്പോൾ കണ്ടതാ. നല്ലല്ല, പണ്ടേ ആവശ്യമില്ലാത്തതല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ പറയുന്നത്. നമ്മളവർക്ക് 2 കൊല്ലമായിട്ടായി ഇവരിതല്ല. അല്ലല്ല, നേരത്തെ മുതലേ ഈ ചേട്ടന്മാർ ആവശ്യമില്ലാത്തതല്ല. നിങ്ങൾ 1-2 തെളിവ് ഞാൻ തരാം വചനത്തിൽ നിന്ന്. വായിച്ചേ 37:4 വായിച്ചേ. അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട്. അത് കണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട്. എങ്ങനെയുണ്ട്? ഒരു വീട്ടിൽ താമസിച്ചോണ്ട് ആവശ്യമില്ലാത്തെല്ലാം കാണുന്നേ ഇല്ലേ? എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഇളയ അനിയത്തിയോടാ കൂടുതൽ. മിണ്ടുന്നില്ലല്ലോ സാറായേ. ഒന്നുകൂടെ വായിച്ചേ. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട്. എങ്ങനെയുണ്ട്? ഇവർ ആവശ്യമില്ലാത്തെല്ലാം കാണുക. സ്തോത്രം. ചില സ്ത്രീകളെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളോട് അപ്പനും അമ്മയ്ക്കും ഒരു താല്പര്യമോ? മിണ്ടുന്നില്ലല്ലോ. ഇല്ല. എനിക്ക് വായിച്ച സാറാനെയും കൂടെ കാണണം. മോൻ ഇച്ചിരി ഒതുങ്ങി നിന്നേ. പുരുക്കൊപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് നമുക്ക് വേറെ മാറണം. നമുക്ക് മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. എന്നെ നിങ്ങൾക്കൊരു അപാകത പോലെ പെട്ടെന്ന് നിർത്തിയാക്കാം. ഇവർ ആവശ്യമില്ലാത്തതെല്ലാം കണ്ടുപിടിക്കും. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല അധികം. നല്ല കാഴ്ചപ്പാടോടെ ഇടപെടണം. ഇനി വേറെ കണ്ട കാര്യമാണ് നിങ്ങളാണ്ട്. ഇനി അടുത്ത ആള് 37-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വേറൊരാൾ വായിച്ച മൈക്ക് അങ്ങോട്ട് പാസ് ചെയ്തേ. 37:18. അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് മതി. പിന്നെ ഇവര് കാണുക. യോസേഫ് ക്ഷേമം അറിയാൻ ചെന്നപ്പോൾ ഇവര് ദൂരത്ത് നിന്ന് കണ്ടു. അത് ഇവര് കണ്ടു. അപ്പൊ ഇവര് ആവശ്യമില്ലാത്തതെല്ലാം കാണുക. നല്ല കാര്യമൊന്നും ഇവർ കാണുകയല്ല. ഇനി നിങ്ങൾ അവൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വേറൊരാൾ വായിച്ചേ. അതാരാ? വായിക്ക്, സമയം പോകുന്നു. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും. അപ്പൊ ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും നോക്കി. ഗിലിയാദിന്റെ സാമ്പ്രാണി, സന്നനായകം, ബോണനടി, ബദാപരിപ്പ്, നറുമ്പശ്, ഗുൽഗുലു, ഹൽവാനപ്പശ എല്ലാം കൂടെ വ്യാപാരം ചെയ്യുന്നവരെ കണ്ടു. അത് ഇവർ കണ്ടു. ഇങ്ങനെ ഇവർ ആവശ്യമില്ലാത്തതെല്ലാം കാണുന്ന ആൾക്കാരാ. സ്തോത്രം. ഇനി വേറൊരാള് 42-ാം അധ്യായത്തിന്റെ 27 വായിച്ചേ. മൈക്ക് ഇങ്ങോട്ട് കൊടുക്കുമോനെ. ഞാൻ ഈ വാക്യം ഇങ്ങനെ മാറ്റി വായിപ്പിക്കുന്ന എല്ലാവരും താല്പര്യമുള്ളവരെല്ലാം വായിക്കണം. ഇത് അല്ല വള്ളം കളിക്ക് 2 വള്ളം മാത്രം സ്പീഡിൽ പോകും പോലെ എല്ലാവരും വായിക്കണം. വായിച്ചേ. വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുക്കാൻ ചാക്കടിച്ചപ്പോൾ തന്റെ ദ്രവ്യം ചാക്കിന്റെ വായ്ക്കൽ. ഇത് ചാക്കിനകത്ത് കാശ് കണ്ടു. അത് ഇവര് കണ്ടു. അതിനോട് ചേർന്ന് 25-ാം വാക്യം കൊണ്ട് വായിച്ചു. 35-ാം വാക്യം വായിച്ചേ. അതിനോട് ചേർന്ന് വായിച്ചേ. അങ്ങോട്ട് കൊടുക്കും മൈക്കും. 35 ഓ എന്നതാണോ? പിന്നെ അവർ ചാക്കഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തരുടെ ചാക്കിൽ അവനവന്റെ പണക്കെട്ടിരിക്കുന്നു. അവരും അവരുടെ അപ്പനെ പണക്കെട്ട് കണ്ടാറേ ഭയപ്പെട്ടു പോയി. അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറേ ഭയപ്പെട്ടു പോയി. അത് ഇവര് കണ്ടു.
എൻ്റെ ചിന്ത, സാധാരണഗതി കാശ് കാണുമ്പോൾ സന്തോഷിക്കല്ലേ ചെയ്യണ്ടേ? 10 രൂപ നിങ്ങളുടെ കയ്യിൽ തന്ന, എൻ്റെ ദൈവമേ 10 തന്നോന്നും പറഞ്ഞ് നെഞ്ച തലയ്ക്കാന്നോ? എനിക്ക് തോന്നുന്നില്ല. ചിലര് അർഹതയില്ലാതിരിക്കുന്ന സമയത്ത് ദൈവത്താൽ ഒരു നന്മ ലഭിക്കുമ്പം കരയും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സന്തോഷം കൊണ്ട് നിറയുകയും ആനന്ദാശ്രുക്കൾ പൊഴിയും. ഞാനിതിന് യോഗ്യനല്ലായിരുന്നെങ്കിലും ഈ സമയത്ത് ദൈവത്താൽ ഒരുക്കപ്പെട്ടല്ലോ, അങ്ങനെ കണ്ണുനീര് വരുന്നവരുണ്ട്. എന്നാൽ ഇവിടെ അപ്പനും മക്കളും കാശ് കണ്ടപ്പം, പണക്കെട്ട് കണ്ടപ്പം പറയ്ക്കുക. എന്തിനാ കാശ് കാണുമ്പോൾ എന്തിനാ പേടിക്കുന്നേ? നീതിക്ക് നിരക്കാത്തതും ന്യായമല്ലാത്തതും സൂത്രം കാണിച്ചും തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും കുതികാലി വെട്ടിയും ചതിച്ചും വഞ്ചിച്ചും എൻ്റെയോ നിങ്ങളുടെയോ കൈവശം കാശുണ്ടെങ്കിൽ നിന്റെ ആയുസ് മുഴുവൻ നീ കൊഴി. സ്തോത്രം. കൈ വെടിപ്പായിരിക്കണം. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. താഴ്മയോട് ദൈവസന്നിധിയിൽ ഇരിക്കണം. അതാണല്ലോ ബഹുമാന്യ കർത്തദാസനെ കൂടി ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. പണക്കെട്ട് കണ്ടപ്പോൾ പേടിക്കുക. ദൈവമക്കളെ, ലോകം മുഴുവനുള്ളവർ ചിലപ്പം നമ്മളോട് താല്പര്യമുള്ളവർ പലരും പല ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. നീതി അല്ലാത്തതൊന്നും നമ്മുടെ കൈവശം കാണരുത്. ചതിച്ചും വഞ്ചിച്ചും സൂത്രം കാണിച്ചും സൂത്രം ഒപ്പിച്ചും ഒന്നും കാണരുത്. കൈ വെടിപ്പായിരിക്കണം. സ്തോത്രം. ഇവർ പണക്കെട്ട് കണ്ടു. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ കാണുന്നത്? നിലയെങ്കിൽ കണ്ടു, ദൂരെ നിന്ന് വരുന്നത് കണ്ടു, ഇസ്മയിലി കച്ചവടക്കാരെ കണ്ടു, കാശ് കണ്ടു. ഈ കാശ് കാണുമ്പോൾ ചിലർക്ക് ഇളക്കം ഉള്ളതാണ്. ചിലർക്ക് കാശും വീടും ചുറ്റുപാടും പുത്തനും കണ്ടാൽ പിന്നെ സ്വന്തക്കാരെ പോലും അറിയത്തില്ല. പിന്നെ നമ്മളെല്ലാം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അത് നിങ്ങളുടെ അനിയനല്ലേ? എൻ്റെയോ? അത് നിങ്ങളുടെ അമ്മയുടെ അനിയത്തി കൊച്ചമ്മയല്ലേ? എനിക്ക് ആണോ? സ്തോത്രം. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലർ ഇളകും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. അപ്പൊ യോസേഫിന്റെ ആ താഴ്മ എന്ന് പറഞ്ഞെങ്കിൽ നിർത്തും. നല്ല മനസ്സാ യോസേഫിന്. ഈ ശേഷന്മാരെല്ലാം കൂടെ പറഞ്ഞ് അപ്പം മരിച്ചു, പരുവക്കേടാ, യവൻ നമ്മെ ദ്വേഷിക്കും, ആകെ കൊടയും. പക്ഷെ യോസേഫ് അങ്ങനല്ല അവരോട് ഇടപെട്ടത്. താഴ്മയുള്ളവനാകയാൽ, ഗർവമില്ലാത്തവനാകയാൽ, അഹങ്കാരമില്ലാത്തവനാകയാൽ, നിഗളമില്ലാത്തവനാകയാൽ യോസേഫ് 2 പ്രാവശ്യം അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആ 19, 20, 21 3 വാക്യത്തിൽ 19 50-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വായിക്കണ്ട. ആ 3 വാക്യത്തിൽ 2 പ്രാവശ്യം സഹോദരന്മാരോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പോറ്റി രക്ഷിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഇത്രയോളം നമുക്ക് അങ്ങ് നിർത്താം. നിന്നെ ഉപദ്രവിക്കുന്നവരെ ആശ്വസിപ്പിക്കണം, നിന്നെ ദ്വേഷിക്കുന്നവരെ ധൈര്യപ്പെടുത്തണം. നമ്മളോട് ദോഷമായി ചിന്തിക്കുന്ന ഇടപെടുന്ന പലര് കാണും. സ്തോത്രം. അവരോട് വൈരാഗ്യത്തോടെ ഇടപെടരുത്, അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണം. അങ്ങനെ ചെയ്താൽ നിനക്കും നിന്റെ സന്തതിക്കും ഒരു ദോഷവും വരികയല്ല. താഴ്മയോടെ, വിനയത്തോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ദൈവത്തെ ഭജിപ്പാൻ എല്ലാവരും സമർപ്പിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു പഴയ പാട്ടിൻ്റെ 2 ചരണം സമർപ്പണത്തോടെ പാടാം. നമ്മൾ മുമ്പെയൊക്കെ കൈയടിച്ച് പാട്ട് പാടി ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽ സമർപ്പണത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി പിരിക്കാം.